ഹായ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കാൻ തുടങ്ങുന്നത് ക്വസ്റ്റ്യൻസ് അഥവാ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസിനകത്ത് നമ്മൾ എങ്ങനെയാണ് ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചാക്കി മാറ്റുന്നത്. നമ്മൾ ഇതുവരെ പഠിച്ചത് അസേർട്ടീവ് സെൻറ്റൻസസ്, ഒരു നോർമൽ സെൻറ്റൻസിനെ ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് എങ്ങനെ മാറ്റാമെന്ന്. പഠിച്ച എല്ലാ റൂൾസും സെയിം, ആ റൂൾസ് കംപ്ലീറ്റ്ലി നമുക്ക് ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ക്വസ്റ്റ്യൻസ് ആകുന്നു എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ റൂൾസും സെയിം തന്നെയാണ്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇതിനകത്തുള്ള സെൻറ്റൻസസ് ഡയറക്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുന്നതിനോടൊപ്പം തന്നെ 2 തരം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 2 തരം ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഈ 2 തരം ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കി പോകണം. അപ്പോൾ ക്വസ്റ്റ്യൻസ് അഥവാ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻസിന് ആൻസർ യെസ് ഓർ നോ വരുന്നതാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് WH ഫാമിലിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. WH ഫാമിലി, അതായത് വെൻ, വാട്ട്, വിച്ച്, ഹൂ, വൈ ആൻഡ് ഹൗ, ഈ വാക്കുകളിൽ തുടങ്ങുന്ന ക്വസ്റ്റ്യൻസ്. ഈ ആദ്യ തരം ക്വസ്റ്റ്യൻസിനകത്ത് ഈ വാക്കുകൾ വരില്ല, അത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിന് ആൻസർ മിക്കപ്പോഴും നമുക്ക് യെസ്സോ നോയിലോ പറഞ്ഞു നിർത്താനും പറ്റും. പക്ഷേ വാട്ട്, വിച്ച്, വെൻ, ഹൂ, ഹൗ, വൈ, ഈ ചോദ്യങ്ങളാണ് വരുന്നത്. ഈ വാക്കുകളുള്ള ചോദ്യങ്ങളാണെങ്കിൽ അത് ഒരിക്കലും ഒരു യെസ് ഓർ നോയിൽ നമുക്ക് ആൻസർ പറയാൻ പറ്റില്ല. ഇറ്റ് റിക്വയർസ് എ ലോങ്ങർ ആൻസർ. അങ്ങനെയുള്ള 2 തരം ക്വസ്റ്റ്യൻസാണ് ഉള്ളത്. അപ്പോൾ ഈ 2 തരം ക്വസ്റ്റ്യൻസിനകത്ത് നമ്മൾ എങ്ങനെ ഇതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു, ഡയറക്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റിലോട്ട് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ എക്സാമ്പിൾ നമ്മളൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ നോക്കുകയാണ്. അപ്പോൾ ഹീ സെഡ് ടു മീ ആർ യു കമ്മിങ്. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് അല്ലേ. ആർ യു കമ്മിങ്, അതൊരു ചോദ്യമാണ്, നമുക്കറിയാം അതൊരു ചോദ്യമാണ്, ക്വസ്റ്റ്യൻ മാർക്കും കണ്ടു. അപ്പോൾ അതിനെ റിപ്പോർട്ട് ചെയ്യണം നമുക്ക്. അവിടെ ഹീ സെഡ് ടു മീ ആണ്. ഹീ സെഡ് ടു മീ ആയാലും ഹീ സെഡ് ആണെങ്കിലും അതൊരു ക്വസ്റ്റ്യൻ മാർക്ക് ആണെങ്കിൽ നമുക്കറിയാം അത് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ അവിടെ എന്താക്കും, സെഡ് മാറ്റി അവിടെ ആസ്ഡ് ആക്കും. ഇപ്പോൾ സെഡ് ടു മീ മാറി അവിടെ ആസ്ഡ് ആയി മാറും. ഹീ സെഡ് ടു മീ, സെഡ് ടു ദാറ്റ് ബിക്കെയിം ആസ്ഡ് ആയി മാറും. ചോദ്യം ചോദിച്ചു ആരോട്, മീ. അപ്പോൾ ഹീ ആസ്ഡ് മീ. ദെൻ ക്വസ്റ്റ്യൻസിനാണെങ്കിൽ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ കോമ, ഡബിൾ ഇൻവേർട്ടഡ് കോമ, ഈ സെൻറ്റൻസിൽ അതിനെ നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിൽ അതിനെ വെദർ ആക്കി മാറ്റും. എന്താക്കി മാറ്റും, അവിടെ വെദർ ആഡ് ചെയ്യും. ദാറ്റ് അല്ല, ഹി ആസ്ക്ഡ് മീ വെദർ, ബാക്കി സെൻറ്റൻസിന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. ആർ യു കമ്മിങ്, ആർ യു കമ്മിങ്. അപ്പോൾ ആറ് എന്തായി മാറണം, ആറ് എന്തായി മാറണമെന്നറിയണമെങ്കിൽ അതിൻ്റെ കൂടെയുള്ള പ്രോണോൺ എന്തായി മാറുന്നു എന്നറിയണം. അതിന് മുന്നേ ഇതിൽ ഒരു ബേസിക് കാര്യം കൂടെ നമുക്കറിയണം. ഒരു സെൻറ്റൻസിൻ്റെയും ഒരു ക്വസ്റ്റ്യൻ്റെയും ബേസിക് സ്ട്രക്ചർ എന്താണെന്നറിയണം. അപ്പോൾ ആ കാര്യം ഞാൻ പറയാം. ഒരു സെൻറ്റൻസിൻ്റെയും ഒരു ക്വസ്റ്റ്യൻ്റെയും ബേസിക് സ്ട്രക്ചർ എന്താണെന്നുള്ളത് പറഞ്ഞു തരാം. അപ്പോൾ അത് ഡിഫറെൻ്റ് ആണ്, അതനുസരിച്ചാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഏതൊരു സെൻറ്റൻസ്, ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എടുക്കാം, ആർ യു കമ്മിങ് അല്ലെങ്കിൽ ഈസ് ഷീ കമ്മിങ്. അതിന് സിമിലറായിട്ട് ഞാൻ വേറൊന്നും എടുക്കാം, ഈസ് ഷീ കമ്മിങ്, ഈസ് ഷീ കമ്മിങ്, ക്വസ്റ്റ്യൻ ചോദിച്ചു. ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലോ ഇതിൻ്റെ അർത്ഥം എന്താ, ഈസ് ഷീ കമ്മിങ്, അവൾ വരുന്നുണ്ടോ, വന്നുകൊണ്ടിരിക്കുകയാണോ, അവൾ വന്നുകൊണ്ടിരിക്കുകയാണോ എന്നാണ് ചോദ്യം. അവൾ വന്നുകൊണ്ടിരിക്കുകയാണോ എന്നാണ് ചോദ്യം. അവൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഒരു നോർമൽ സ്റ്റേറ്റ്മെൻറ്റ്. അതിന് നമുക്ക് ഷീ ഈസ് കമ്മിങ് എന്ന് പറയാം. ഷീ ഈസ് കമ്മിങ് എന്ന് പറയാൻ പറ്റും നമുക്ക്. അപ്പോൾ ആദ്യത്തത് ഒരു ക്വസ്റ്റ്യൻ ആണ്, രണ്ടാമത്തത് ഒരു നോർമൽ സ്റ്റേറ്റ്മെൻറ്റുമാണ്. ക്വസ്റ്റ്യനും സ്റ്റേറ്റ്മെൻറ്റും. ഇതിനകത്ത് സെൻറ്റൻസിൻ്റെ ഘടന ഒന്ന് ശ്രദ്ധിക്കാമോ. ഘടന എന്ന് പറയുന്നത് ദേ ഷീ ഇവിടെയാണ് കിടക്കുന്നത്. അതായത് ഈ സെൻറ്റൻസിൽ ഷീയെക്കുറിച്ചാണ്, അവൾ വരുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അവളാണ് അവിടുത്തെ സബ്ജക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റിൽ സബ്ജക്റ്റ് രണ്ടാമതാണ് വന്നത്. ഏതിന് ശേഷം, ഈസിന് ശേഷം, അഥവാ ഹെൽപ്പിംഗ് വെർബിന് ശേഷം. ഹെൽപ്പിംഗ് വെർബിന് ശേഷമാണ് ഒരു ക്വസ്റ്റ്യനിൽ സബ്ജക്റ്റ് വന്നിരിക്കുന്നത്. അതിനുശേഷമേ മെയിൻ വെർബായ കമ്മിങ് വന്നിട്ടുള്ളൂ. ആ സെൻറ്റൻസിലെ മെയിൻ അർത്ഥം കൊടുക്കുന്നത് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാക്കാണ്. ആ വാക്ക് അതിന് ശേഷമാണ് വന്നത്. അതായത് ഹെൽപ്പിംഗ് വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് മെയിൻ വെർബ് എന്നുള്ള രൂപത്തിലാണ് ഒരു ക്വസ്റ്റ്യൻ്റെ ഘടന ഉള്ളതെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഘടന എന്ന് പറയുന്നത് സബ്ജക്റ്റ്, ഹെൽപ്പിംഗ് വെർബ്, മെയിൻ വെർബ് എന്നുള്ള രൂപത്തിലാണ്. അതായത് സബ്ജക്റ്റ്
പ്ലസ് ഹെൽപ്പിംഗ് വെർബ് പ്ലസ് മെയിൻ വെർബ് എന്നുള്ള രൂപത്തിലാണ്. ഇതൊരിക്കലും മറക്കരുത്. ഷീ ഈസ് കമ്മിങ് എന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാൽ അത് ഒരിക്കലും ക്വസ്റ്റ്യൻ ആകില്ല. അത് ക്വസ്റ്റ്യൻ ആകണമെങ്കിൽ അത് ഈസ് ഷീ കമ്മിങ് എന്ന് തന്നെ ചോദിക്കണം. ഹെൽപ്പിംഗ് വെർബ് എവിടെ വരണം? ഹെൽപ്പിംഗ് വെർബ് എന്നുള്ളത് സബ്ജക്റ്റിന് മുന്നേ തന്നെ വരണം. എന്നാൽ മാത്രമേ അതൊരു ക്വസ്റ്റ്യനായി മാറുള്ളൂ. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? ഒന്നുകൂടെ ഞാൻ പറയാം. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ അതിൻ്റെ രൂപം എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹെൽപ്പിംഗ് വെർബ് പ്ലസ് മെയിൻ വെർബ് എന്നാണെങ്കിൽ ആ സബ്ജക്റ്റിന് ശേഷം കിടക്കുന്ന ഹെൽപ്പിംഗ് വെർബിനെ പിടിച്ച് നമ്മൾ സെൻറ്റൻസിന് മുന്നേ ഇടുകയാണെങ്കിൽ, ഇതിനെ പിടിച്ച് സെൻറ്റൻസിന് മുന്നേ ഇട്ടാൽ ദാറ്റ് ബിക്കംസ് എ ക്വസ്റ്റ്യൻ, ഈസ് ഷീ കമ്മിങ്. അപ്പോൾ ഇവിടെ നോക്കേ, ഇവിടെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് പറയുമ്പോൾ ചോദ്യത്തിന് ചോദ്യമാക്കി പറയാൻ പറ്റില്ല, കാരണം ഓൾറെഡി നമ്മളത് പറഞ്ഞു, അത് ആസ്ഡ് എന്നുള്ള രൂപത്തിൽ പറഞ്ഞു. ഇനി നമ്മളതിനെ പറയുമ്പോൾ അതിനെ ഒരു സെൻറ്റൻസ് ആക്കിയാണ് പറയുന്നത്. ഹി ആസ്ഡ് മീ വെദർ ഐ വാസ് കമ്മിങ്. ഞാൻ വരുന്നുണ്ടോ എന്ന് അവൻ ചോദിച്ചു. അപ്പോൾ അവിടെ വെദർ ചേർത്തു. അത് കഴിഞ്ഞ് നമ്മളൊരു നോർമൽ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ വേണം അത് പറയാൻ. നോർമൽ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ പറയണമെങ്കിൽ ആറിൻ്റെ സ്ഥാനത്ത് കിടക്കേണ്ട വെർബ് യുവിന് ശേഷം വരണം, സബ്ജക്റ്റിന് ശേഷം വരണം. അപ്പോൾ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കാം. യു എന്തായി മാറും? യു ഐ ആയി മാറും. എങ്ങനെയാണ് മാറുന്നത്? യു എന്ന് പറയുന്നത് സെക്കൻഡ് പേഴ്സൺ ഫസ്റ്റ് പേഴ്സൺ ആയി മാറുമെന്ന് നമുക്കറിയാം. സെക്കൻഡ് പേഴ്സൺ ഫസ്റ്റ് പേഴ്സൺ ആയി മാറുമെന്നറിയാം. അപ്പോൾ യു ഐ ആയി മാറി. ആറ്, ഐയുടെ കൂടെ ആറ് മാറി പാസ്റ്റ് ടെൻസിലാകണം. ആറ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. ഇവിടെ ആർ കമ്മിങ് ആണ്. ആർ കമ്മിങ് നമുക്കറിയാം, അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആകണം. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ആറ് മാറി എന്താകും? വോസായി മാറും. ഈസും ആറും മാറിയിട്ട് അത് വോസോ വേറോ ആകും. ഇവിടെ ഐക്ക് ശേഷം വോസ് വരും. വോസ് കമ്മിങ് ആയി മാറും. അപ്പോൾ സ്ഥാനം എന്തുകൊണ്ടാണ് അടുത്തടുത്ത് വന്നത്, ഐക്ക് ശേഷം വരുന്നത്? അത് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ എഴുതിയത് കൊണ്ട് സ്ഥാനം ഐക്ക് ശേഷം വേണം വരാൻ. അപ്പോൾ എന്താണ് നമ്മുടെ റിപ്പോർട്ടഡ് സ്പീച്ച് അവിടെ വന്നേക്കുന്നത്? റിപ്പോർട്ടഡ് സ്പീച്ച് വന്നിരിക്കുന്നത് ഹി ആസ്ഡ് മീ വെദർ ഐ വാസ് കമ്മിങ്. ഹി ആസ്ഡ് മീ ആണ്. ഹി സെഡ് ടു മീ ആസ്ഡ് മീ ആയി മാറി. അത് വെദർ ഐ വാസ് കമ്മിങ് എന്ന് മാറി. ഹി ആസ്ഡ് മീ എന്തായി മാറി? വെദർ ഐ വാസ് കമ്മിങ് ആയി മാറി അല്ലേ? അപ്പോൾ ഹി ആസ്ഡ് മീ വെദർ ഇൻവേർട്ട് വെദർ ആയി മാറി. വാസ് ഐ കമ്മിങ് അല്ല, വെദർ ഐ വാസ് കമ്മിങ് ആയി മാറി. ക്ലിയർ ആണോ? അടുത്തത് WH ഫാമിലിയിലുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കുകയാണ്. ഹീ സെഡ് ടു മീ വെൻ ആർ യു കമ്മിങ്. ഹീ സെഡ് ടു മീ വെൻ ആർ യു കമ്മിങ്. അപ്പോൾ WH ഫാമിലിയിലെ വാക്കുണ്ട്, വെൻ ഉണ്ട് അല്ലേ? വെൻ ആർ യു കമ്മിങ്. അപ്പോൾ അതിനെന്ത് മറുപടി കൊടുക്കാം നോക്കാം നമുക്ക്. ഹീ സെഡ് ടു മീ, ഹീ ആസ്ഡ് മീ, ഇൻവേർട്ടഡ് WH ഫാമിലിയിലുള്ള വാക്കുണ്ടെങ്കിൽ അവിടെ വെദർ ആഡ് ചെയ്യണ്ട. വെദർ വെൻ ഐ വാസ് കമ്മിങ് അല്ല, ആ വെൻ അതേ കണക്ക് നമ്മൾ അവിടെ യൂസ് ചെയ്യും. ആ WH ഫാമിലിയിലെ വാക്ക് നമുക്ക് അവിടെ ഉപയോഗിക്കാം. അതിനുശേഷം എഗെയിൻ നിങ്ങൾ നോക്കുക, WH ഫാമിലിയിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും അതിൻ്റെ ഘടനയിലും സെയിം രീതി തന്നെയാണ് വരുന്നത്. WH ഫാമിലിയിലെ വാക്കിന് ശേഷം നമുക്ക് അവിടെ ഇൻവേർട്ടഡ് ഫോം തന്നെയാണ് വരുന്നത്. എന്താണ് ഇൻവേർട്ടഡ് ഫോം? നമ്മൾ കുറച്ച് മുമ്പേ പഠിച്ചു. ഇൻവേർട്ടഡ് ഫോം എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിന് മുന്നേ ഹെൽപ്പിംഗ് വെർബ് വരും, അതിനുശേഷം മാത്രം മെയിൻ വെർബ് വരും. വെന്നിന് ശേഷവും ഇതേ കഥ തന്നെ അവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വെന്നിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? അതൊരു നോർമൽ ഫോം, ഡയറക്റ്റ് ഫോമിൽ എഴുതണം. ഇൻവേർട്ടഡ് ഫോമിൽ നിന്നും നമുക്കതിനെ എന്ത് ഫോമിലേക്ക് മാറ്റണം? ഡയറക്റ്റ് ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ ഇങ്ങനെ വരും. ഹി ആസ്ഡ് മീ വെൻ ഐ വാസ് കമ്മിങ്. യു ഐ ആയി മാറി, ആർ വാസ് ആയി മാറി, കമ്മിങ് അങ്ങനെ തന്നെ എഴുതി. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൽ ആകെ ഈ രണ്ട് തരം ക്വസ്റ്റ്യനകത്തും ഡിഫറൻസ് വരുന്നത് വെദർ എന്നുള്ള വാക്കിന് പകരം ഇവിടെ WH ഫാമിലിയിലെ വാക്ക് അതേ കണക്ക് ഉപയോഗിച്ചു എന്നുള്ളതേ ഉള്ളൂ. രണ്ടിടത്തും കോമൺ ആയിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് ചോദ്യത്തിലെ ഡയറക്റ്റ് സ്പീച്ചിലെ ക്വസ്റ്റ്യൻ ഇൻവേർട്ടഡ് ഫോമിൽ കിടന്നതാണെങ്കിൽ അതിനെ നമ്മൾ മാറ്റി ഡയറക്റ്റ് ഫോമിലേക്ക് ആക്കണം. ഇൻവേർട്ടഡ് ഫോം എന്ന് പറഞ്ഞാൽ ഹെൽപ്പിംഗ് വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് മെയിൻ വെർബ് എന്നുള്ള രൂപത്തിലാണെങ്കിൽ ഡയറക്റ്റ് ഫോം എപ്പോഴും സബ്ജക്റ്റ് പ്ലസ് ഹെൽപ്പിംഗ് വെർബ് പ്ലസ് മെയിൻ വെർബ് ആണ്.
അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു ഈസോ വോസോ ഹാവോ ഹാസോ ഹാഡോ ഒക്കെ ഉണ്ടെങ്കിൽ അത് സബ്ജക്റ്റിന് ശേഷം എടുത്തിടുക. തുടക്കം ആയിരിക്കും കിടക്കുന്നത്, അതിനെ പൊക്കിയെടുത്ത് സബ്ജക്റ്റിന് ശേഷം ഇടുക എന്നുള്ളതേ ഉള്ളൂ. ദെൻ അക്കോർഡിംഗ്ലി നമ്മൾ നേരത്തെ വാക്കുകൾ മാറ്റാൻ, വെർബുകൾ മാറ്റാൻ ഏത് രൂപത്തിലാണോ പഠിച്ചത് അതും അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇത്രയും ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിൻ്റെ കുറച്ച് നമുക്ക് എക്സാമ്പിളുകൾ നോക്കാം. അപ്പോൾ അതിന് എക്സാമ്പിൾസ് നോക്കുന്നതിന് മുന്നേ റൂൾസ് മെയിനായിട്ട് നമുക്ക് നോക്കാം. സെഡ് ടു എന്തായി മാറും? ആസ്ഡ് ആകാം, ക്വസ്റ്റ്യൻഡ് ആകാം. ചോദ്യം ചോദിച്ചു എന്ന് കണക്കാക്കുന്ന 3-4 വാക്കുകളുണ്ട്, ആ വാക്കുകളാകാം. ഇൻട്രോഗേറ്റഡ് ആകാം, ഇൻക്വയർഡ് ആകാം, ക്വസ്റ്റ്യൻഡ് ആകാം, ആസ്ഡ് ആകാം. ഇത്രയും കാര്യങ്ങളാക്കി നമുക്ക് സെഡ് ടുവിനെ മാറ്റാൻ പറ്റും. എല്ലായ്പ്പോഴും ആസ്ഡ് തന്നെ ആക്കണമെന്നില്ല. നിങ്ങൾക്ക് ഇടയ്ക്ക് വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻഡോ ഇൻക്വയർഡോ ഇൻട്രോഗേറ്റഡോ ഒക്കെ ആക്കാം. ക്വസ്റ്റ്യൻ ഇടുന്നവർക്കും വെറൈറ്റി ആയിട്ട് ഈ വാക്കുകൾ ആഡ് ചെയ്യാൻ പറ്റും. ദെൻ ക്വസ്റ്റ്യൻ മാർക്ക് എന്ത് പറ്റും? ക്വസ്റ്റ്യൻ മാർക്ക് അതിൽ കാണില്ല അല്ലേ? നമ്മളത് ക്വസ്റ്റ്യൻ മാർക്ക് എപ്പോഴാണ് ചേർക്കുന്നത്? ഒരു ചോദ്യമായിരിക്കുമ്പോഴാണ്. നമ്മൾ ഇതിനെ ഇൻവേർട്ടഡ് ഫോമിനെ മാറ്റി ഡയറക്റ്റ് ഫോം ആക്കി സ്റ്റേറ്റ്മെൻ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ല, ഫുൾ സ്റ്റോപ്പേ ഉള്ളൂ. അപ്പോൾ അതിന് എന്തായി മാറും? ക്വസ്റ്റ്യൻ മാർക്ക് ബിക്കംസ് എ ഫുൾ സ്റ്റോപ്പായി മാറും. ദെൻ സെൻറ്റൻസ് ഇൻട്രോഗേറ്റീവ് ഫോമിലാണ് കിടക്കുന്നത് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ, സെൻറ്റൻസ് ഇൻട്രോഗേറ്റീവ് ഫോമിലായിരിക്കില്ല ഇൻഡയറക്റ്റ് സ്പീച്ചിൽ കിടക്കുന്നത്, അത് ഡയറക്റ്റ് ഫോമിലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ഹെൽപ്പിംഗ് വെർബ് എവിടെ ആയിരിക്കും വരുന്നത്? വിൽ ബി യൂസ്ഡ് ആഫ്റ്റർ ദ സബ്ജക്റ്റ്, സബ്ജക്റ്റിന് ശേഷമായിരിക്കും യൂസ് ചെയ്യുന്നത്. ദെൻ ടെൻസും പ്രോണൗണും ഷുഡ് ബി ചേഞ്ച് ആസ് പെർ ദ റൂൾസ്. ടെൻസും പ്രോണൗണും നമ്മൾ ഇത്രയും നേരം പഠിച്ച അതേ റൂൾസ് പ്രകാരം ചേഞ്ച് ചെയ്തിരിക്കണം. ഓക്കെ, ദെൻ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നേരത്തെ എക്സാമ്പിൾ നമ്മൾ കണ്ടു വെദർ ഉപയോഗിച്ചതായിട്ട്. വെദർ മാത്രമല്ല നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്, ഇഫും ഉപയോഗിക്കാം. ആ സ്ഥാനത്ത് കോമ, ഡബിൾ ഇൻവേർട്ട് കോമ മാറ്റുന്ന സ്ഥാനത്ത് നമുക്ക് ഇഫോ വെദറോ ഇത് രണ്ടിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം, ഒരു തെറ്റുമില്ല, മാറി തിരിഞ്ഞ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ദെൻ WH ഫാമിലിയിലാണെങ്കിൽ ഒരു കൺജങ്ഷനും ഉപയോഗിക്കത്തില്ല, അവിടെ ആ WH ഫാമിലിയിലെ വേർഡ് അതേ കണക്ക് ഉപയോഗിക്കത്തതേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത്. അതിൻ്റെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ഹീ സെഡ് ടു മീ ഞാൻ ആസ്ഡ് ആക്കി. അടുത്ത ക്വസ്റ്റ്യൻ ഹീ സെഡ് ടു മീ, കണ്ടോ ഇതിലെല്ലാം ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്, അപ്പോൾ ഇതെല്ലാം ചോദ്യങ്ങളാണ്. ഹീ സെഡ് ടു ഹിം, ക്വസ്റ്റ്യൻ ചോദ്യമാണ്. ഹീ സെഡ് ടു ഹെർ, ക്വസ്റ്റ്യൻ ചോദ്യമാണ്. അപ്പോൾ എന്താക്കി മാറ്റാം? നമുക്ക് ബ്ലൈൻഡ് ആയിട്ട് വേണമെങ്കിൽ ആസ്ഡ് ആക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും വേണമെങ്കിൽ ഇൻക്വയർഡ് ആക്കാം, ഇൻട്രോഗേറ്റഡ് ആക്കാം, അങ്ങനെ ചോദ്യം കാണിക്കുന്ന വാക്കാക്കാം. അപ്പോൾ ഡു യു നോ മീ, അപ്പോൾ മാറ്റുന്നതിന് മുന്നേ നമുക്ക് ഘടന ഓർമ്മ വരണം. ഇത് ഹെൽപ്പിംഗ് വെർബാണ്, ഇത് സബ്ജക്റ്റ് ആണ്, ഇതാണ് മെയിൻ വെർബ്. അപ്പോൾ ഘടന യു ഡു നോ മീ എന്നുള്ള രൂപത്തിലാക്കണം. യു ഡു നോ മീ. അപ്പോൾ യു ഡു നോ മീ അത് ആക്കിയിട്ട് വേണം നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് നോക്കാം, ആദ്യത്തെ നോക്കാം. ഹീ സെഡ് ടു മീ ആസ്ക്ഡ് മീ ആയി മാറും. കോമ, ഡബിൾ ഇൻവേർട്ടഡ് കോമ, ഡു യു നോ മീ, ക്വസ്റ്റ്യൻ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതിനകത്ത് WH ഫാമിലിയിലുള്ള വാക്കുകളുണ്ടോ? ഇല്ല. വാട്ട്, WH ഫാമിലിയിലുള്ള വാക്കുകൾ ഏതൊക്കെയാണ്? വാട്ട്, വിച്ച്, വൈ, ഹൂ, വെൻ, ഹൗ. ഇത് ഇത്രയാണ് WH ഫാമിലിയിൽ വരുന്ന വാക്കുകൾ. ഇവയൊന്നും ഇതിനകത്തില്ല. അപ്പോൾ ഇത് ഡു യു നോ മീ, യെസ് ഓർ നോയിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഡു യു നോ മീ, യെസ് അല്ലെങ്കിൽ നോ ആൻസർ ചെയ്യാൻ പറ്റും. സോ ഇതൊരു ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ എവിടെ എന്ത് ഉപയോഗിക്കണം? കൺജങ്ഷൻ ഉപയോഗിക്കണം, ഇഫോ വെദറോ ഉപയോഗിക്കണം. അപ്പോൾ ഹി ആസ്ക്ഡ് മീ ഇഫ്, യു എന്ന് പറയുന്നത് ഐ ആയി മാറും അല്ലേ? സെക്കൻഡ് പേഴ്സൺ ബിക്കംസ് ഫസ്റ്റ് പേഴ്സൺ, യു ബിക്കം ഐ. ഡു നോ ഉണ്ട്. അപ്പോൾ ഡു നോയെ എങ്ങനെ മാറ്റാമെന്ന് നമുക്ക് നോക്കണം അല്ലേ? അവിടെ ഒരു ചെറിയൊരു ട്വിസ്റ്റ് അവിടെയുണ്ട്, അത് നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഡു നോ എന്നൊരു വാക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക, അത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് 3 വാക്കുകളുണ്ട്. ഡു, ഡസ്, ഡിഡ്. ഡൂവിൻ്റെ 2 ഫോമാണ് ഡൂവും ഡസും. ഡു പ്ലൂറൽ ഫോമും ഡസ് സിംഗുലർ ഫോമുമാണ്. ഇത് രണ്ടും V1 ഫോമാണ്, ഇതിൻ്റെ V2 ഫോമാണ് ഡിഡ്. അപ്പോൾ ഏതൊരു വാക്കിനെ നമുക്ക് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ റൺ, അത് V1 ആണ്, പ്ലൂറലാണ്. റൺസ് V2, V1 സിംഗുലർ ആണ്. ദെൻ റാൻ V2 ഫോമാണ്. ഇതിനെ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. റണ്ണിനെ നമുക്ക് ഡു റൺ എന്ന് എഴുതാം. അർത്ഥത്തിൽ യാതൊരു വ്യത്യാസവുമില്ല.
റൺസിനെ ഡസ് റൺ എന്ന് നമുക്ക് മാറ്റി എഴുതാം. അർത്ഥത്തിൽ യാതൊരു വ്യത്യാസവും വരില്ല. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറയാം. റണ്ണിനെ നമുക്ക് ഡു റൺ എന്ന് എഴുതാം. റൺസിനെ നമുക്ക് ഡസ് റൺ എന്ന് എഴുതാം. അർത്ഥത്തിൽ യാതൊരു വ്യത്യാസം വരില്ല. റാനിനെ ഡിഡ് റൺ എന്നും എഴുതാം. ഏതൊരു വെർബിനെയും ഈ 3 രൂപത്തിൽ നമുക്ക് എഴുതാൻ സാധിക്കും. അതിന് യാതൊരു മീനിങ്ങിൽ വ്യത്യാസവും വരില്ല. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നതെന്ന് ചോദിച്ചാൽ 2 കാര്യത്തിനാണ്. ഒന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വേണ്ടിയും, 2 സ്ട്രെസ് കൊടുക്കാൻ വേണ്ടിയും. ഡു യു നോ മിയെ നമ്മളൊരു സ്റ്റേറ്റ്മെൻ്റ് ആക്കുകയാണെങ്കിൽ നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്: യു ഡു നോ മീ. യു ഡു നോ മീ, അതാണ് അതിൻ്റെ അർത്ഥം. ഡു നോയെ നമുക്ക് എങ്ങനെ മാറ്റാം? ഡു നോയെ എങ്ങനെ മാറ്റാം? നോ ആയിട്ട് മാറ്റാം. യു നോ മീ, യു നോ മീ. അഥവാ യു നോ മിയെ നമുക്ക് യു ഡു നോ മീ എന്നാക്കാം. അതൊരു സ്ട്രെസ് കൊടുക്കാൻ വേണ്ടി. യു ഡു നോ മീ എന്ന് പറഞ്ഞാൽ നിനക്ക് എന്നെ അറിയാം, അറിയാം എന്നുള്ള വാക്കിന് സ്ട്രെസ് കൊടുക്കാൻ വേണ്ടി അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഒന്നാമത്തെ പർപ്പസ്. രണ്ടാമത്തെ പർപ്പസ്, യു നോ മീ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ ഒരു ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ ഇതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി ആ ഡൂവിനെ പിടിച്ച് ഫ്രണ്ടിലിട്ടാൽ അത് ക്വസ്റ്റ്യൻ ആകും. എങ്ങനെ? ഡു യു നോ മീ ആകും. ഡു യു നോ മീ എന്നുള്ള രൂപത്തിലാക്കാൻ പറ്റും. അങ്ങനെയാണ് ഇവിടെ അതിന് രൂപത്തിൽ മാറ്റിയേക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ തിരിച്ച് ഡൂവിനെ പിടിച്ച് നോയുടെ കൂടെ ഇട്ടാൽ അത് യു നോ മീ ആകും. ഡു പ്ലസ് എ വെർബ്, ഡു പ്ലസ് എ വെർബ്, ആ വെർബിൻ്റെ അതേ രൂപം തന്നെയാണ്. ഡസ് പ്ലസ് എ വെർബ്, ആ വെർബിൻ്റെ കൂടെ എസ് ആഡ് ചെയ്തതാണ്. ഡിഡ് പ്ലസ് എ വെർബ്, ആ വെർബിൻ്റെ പാസ്റ്റ് ഫോമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇഫ് ഐ ന്യൂ ഹിം, ഇഫ് ഐ ന്യൂ ഹിം എന്നുള്ള ആയി മാറും അത്. അതായത് ഡു യു നോമിയെ നമുക്ക് ഡു യു നോമിയെ നമുക്ക് യു നോമി എന്നുള്ള രൂപത്തിലാക്കാം. യു നോമി എന്നുള്ള രൂപത്തിലാക്കാം. അപ്പോൾ യു നോമി ആണെങ്കിൽ ഡയറക്റ്റ് സ്പീച്ചിൽ യു നോമി എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ അത് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ വരുമ്പോൾ യു ബിക്കം ഐ, നോ ബിക്കം ന്യൂ. നോയെ ന്യൂ ആയി മാറും, യുവിനെ ഐ ആയി മാറും. ഓക്കെ, ദെൻ ലാസ്റ്റ് വേർഡ് ഡു യു നോ മീ എന്ന് ആരാ ചോദിച്ചത്? ഹീ ചോദിച്ചു. അപ്പോൾ മീ എന്തായി മാറും? ഹിം ആയി മാറും. മീ എന്തായി മാറും? ഹിം ആയി മാറും. എങ്ങനെയാണത്? ഫസ്റ്റ് പേഴ്സൺ ആണ് മീ. ഫസ്റ്റ് പേഴ്സൺ 2, 1, 3 ബിക്കം തേർഡ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സൺ ബിക്കം തേർഡ് പേഴ്സൺ. ഒരു കാര്യം ഓർക്കുക, മീയും ഹിമ്മും ഹെറും ഒക്കെ, മീയും ഹിമ്മും ഹെറും ഒക്കെ എന്താണ്? പേഴ്സണൽ പ്രോണൗൺസ് തന്നെയാണ്. പക്ഷെ അത് ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ഉപയോഗിക്കുന്നതാണ്. ഒരു സെൻറ്റൻസിലെ ലാസ്റ്റ് പാർട്ടിൽ വരുന്ന ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ഉപയോഗിക്കുന്ന, ഒബ്ജക്റ്റായിട്ട് ഉപയോഗിക്കുമ്പോൾ ഐ ബിക്കം മീ, ഹീ ബിക്കം ഹിം, ഹെർ ഷീ ബിക്കം ഹെർ, അങ്ങനെ മാറുന്നു വരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ആദ്യത്തെ എക്സാമ്പിൾ ക്ലിയർ ആയെന്ന് കരുതുന്നു. ഒന്നുകൂടെ പറയാം. ഹീ സെഡ് ടു മീ, ഹീ ആസ്ക്ഡ് മീ ആയി മാറും. അവിടെ കോമ, ഡബിൾ ഇൻവേർട്ടഡ് കോമ നമുക്ക് ഇഫ് ആയി മാറും. ദെൻ ഡു യു നോ മീ എന്തായി മാറും? ഇഫ് ഐ ന്യൂ ഹിം ആയി മാറും. ഓക്കെ, രണ്ടാമത്തെ എക്സാമ്പിൾ ഷീ സെഡ് ടു ഹിം എന്തായി മാറും? ഷീ ആസ്ക്ഡ് ഹിം. വോട്ട് അവിടെ ഒരു WH ഫാമിലിയിലെ വേർഡാണ്. അവിടെ ഇഫോ വെതറോ വേണ്ട. അപ്പോൾ അതില്ലാണ്ട് നമ്മൾ അവിടെ വോട്ടിൽ തന്നെ തുടങ്ങും. വോട്ട്. ഓക്കെ, അതിനുശേഷം എന്താ? ആർ യു ഡൂയിങ് നൗ. ആർ യു ഡൂയിങ് നൗ എന്താവും? യു ആർ ഡൂയിങ് നൗ ആകും. യു ഹി ആയി മാറും, ആർ വാസ് ആയി മാറും. യു ഹി ആയി മാറും, വാസ് ആർ വാസ് ആയി മാറും. അപ്പോൾ എന്ത് വരും? ഷീ ആസ്ക്ഡ് ഹിം വാട്ട് ഹി വാസ് ഡൂയിങ് നൗ എന്തായി മാറും? ദെൻ ആയി മാറും. നൗ ദെൻ ആയി മാറും. ഓക്കെ, അപ്പോൾ അടുത്തൊരെണ്ണം നമുക്ക് നോക്കാം. ഹീ സെഡ് ടു ഹിം ഡിഡ് യു ഇൻറ്റൻഡ് ടു കം വിത്ത് മീ. ഞാൻ അതൊന്ന് എഴുതി കാണിക്കാം. ഹീ സെഡ് ടു ഹിം ഡിഡ് യു ഇൻറ്റൻഡ് ടു കം വിത്ത് മീ. അപ്പോൾ എങ്ങനെ മാറ്റാം അതിനെ? ഹീ ആസ്ക്ഡ് ഹിം, ഹീ ആസ്ക്ഡ് ഹിം. അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യനാണ്. WH ഫാമിലിയിലുള്ള വേർഡ്സ് ഒന്നുമില്ല. അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഡിഡ് യു ഇൻറ്റൻഡ് ടു കം വിത്ത് മീ അർത്ഥം എന്താ? നീ എൻ്റെ കൂടെ വരാൻ വേണ്ടി ഇൻറ്റൻഡ് ചെയ്യുന്നുണ്ടോ? നീ എൻ്റെ കൂടെ വരാനായിട്ട് ആലോചിച്ചുവോ എന്ന് ചോദിക്കുകയാണ്. ഡിഡ് യു ഇൻറ്റൻഡ് ടു കം വിത്ത് മീ, എൻ്റെ കൂടെ വരാൻ നീ തീരുമാനിച്ചോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ WH ഫാമിലി അല്ല, അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. യെസ് ഓർ നോയിൽ ആൻസർ പറയാൻ പറ്റുമെന്നുള്ളതുകൊണ്ട് അവിടെ നമ്മൾ കൺജങ്ഷൻ ഇഫ് ഉപയോഗിച്ചു. ഇഫോ വെതറോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഹി ആസ്ക്ഡ് ഹിം, ഞാൻ ഇൻഡയറക്റ്റ് സ്പീച്ച് എഴുതാണ്.
ഹി ആസ്ക്ഡ് ഹിം. ഇഫ് അവിടുത്തെ സബ്ജക്റ്റ് എന്താണ്? ഹി ആണ്. ഹി മാറി എന്താകും? സോറി, അവിടുത്തെ സബ്ജക്റ്റ് ഡിഡ് യു. ആ യു എന്തായി മാറും? അവൻ ചോദിക്കുകയാണ്. ഹി സെഡ് ടു രണ്ടാമത്തെ വ്യക്തി ഹിമ്മിനോട് ചോദിച്ചു. ഡിഡ് യു. അപ്പോൾ യു എന്തായി മാറും? ഹി ആയി മാറും. ഇഫ് ഹി ഡിഡ് ഇൻറ്റൻഡ് ആണ്. ഡിഡ് ഇൻറ്റൻഡ് എന്ന് പറഞ്ഞാൽ ഡിഡ് പ്ലസ് ഇൻറ്റൻഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻറ്റൻഡഡ്. അതെന്ന് പറഞ്ഞാൽ ഇൻറ്റൻഡഡ് ആണ്. ഇൻറ്റെൻഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് പാസ്റ്റ് ടെൻസ് ആണ്, ഇൻറ്റൻഡഡ് ആണ്. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഡിഡും ഇൻറ്റൻഡും ഉണ്ടെങ്കിൽ അത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്തായി മാറണമെന്നാണ് നമ്മൾ പഠിച്ചത്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആവണം. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആവണമെങ്കിൽ എന്ത് വേണം? ഹാഡ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ് വരണം. അപ്പോൾ ഹി ഹാഡ് ഇൻറ്റൻഡഡ്. ഹി ഹാഡ് ഇൻറ്റൻഡഡ് ടു കം. അതേ കണക്ക് തന്നെ എഴുതും, ബിക്കോസ് അതൊരു അഡ്വാൻസ്ഡ് ഫോം ഓഫ് വെർബാണ്. അതിനെ നമ്മൾ ടു ഇൻഫിനിറ്റീവ് എന്ന് വിളിക്കും. അത് അതേ കണക്ക് തന്നെ വരും. അതിനൊരു രൂപമാറ്റവും വരുന്നതല്ല. ടു കം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വെർബാണ്. അതൊരു അഡ്വാൻസ്ഡ് ഫോം ഓഫ് വെർബാണ്. അതിനെയാണ് ടു ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത്. അത് അതേ കണക്ക് തന്നെ എഴുതുക. അതിനകത്ത് ഈ രൂപഭേദങ്ങളില്ല. അപ്പോൾ ടു കം എന്നുള്ളത് അതേ കണക്ക് തന്നെ ഒരു ഇൻറ്റൻഡഡ് ടു കം വിത്ത്. അപ്പോൾ ഹി ആസ്ക്ഡ് ആണ്. ആ ഹി ആണ് ഈ മീ. ഫസ്റ്റ് പേഴ്സൺ ബിക്കംസ് തേർഡ് പേഴ്സൺ വിത്ത് ഹിം. അപ്പോൾ ഹി ആസ്ക്ഡ് ഹിം ഇഫ് ഹി ഹാഡ് ഇൻറ്റൻഡഡ് ടു കം വിത്ത് ഹിം എന്ന് ചോദിച്ചു. ഓക്കെ. അപ്പോൾ അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹി സെഡ് ടു ഹെർ ഹാവിൻറ്റ് യു സീൻ ദിസ് മൂവി. അതിൻ്റെ ഇൻഡയറക്റ്റ് സ്പീച്ച് നമുക്കൊന്ന് എഴുതി നോക്കാം. ഹി സെഡ് ടു ഹെർ. ഹി ആസ്ക്ഡ് ഹെർ. അപ്പോൾ അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ആണോ? ഹാവിൻറ്റ് യു സീൻ ദിസ് മൂവി. ഒന്നുകിൽ ഹാവിൻറ്റ് യു സീൻ ദിസ് മൂവി, ഈ മൂവി. ഹാവിൻറ്റ് യു സീൻ ദിസ് മൂവി, ഈ മൂവി നീ കണ്ടിരുന്നില്ലേ? ഹാവിൻറ്റ് എന്നാണ് ചോദ്യം. അപ്പോൾ അത് നമുക്ക് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിട്ട് പറയാം. അപ്പോൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മൾ അവിടെ എന്ത് ഉപയോഗിക്കും? കൺജങ്ഷൻ ഇഫ് ഉപയോഗിക്കും. അപ്പോൾ ഹി ആസ്ക്ഡ് ഹെർ ഇഫ് യു ആദ്യം വരും. എന്നാൽ ഇത് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലാക്കണം. അതായത് ഹാവിൻ്റെ സ്ഥാനം യുവിന് ശേഷം വരണം. അപ്പോൾ യു എന്തായി മാറും? അവളോടാണ് പറയുന്നില്ല. അപ്പോൾ ഷീ ആയി മാറും. ഇഫ് ഷീ. ഹാവ് എന്തായി മാറണം? ഹാഡായി മാറണം. ഹാവ് എന്തായി മാറണം? ഹാഡായി മാറണം. ഇഫ് ഷീ ഹാഡിൻഡ്, ഹാവിൻ്റെ ഹാഡിൻഡായി. സീൻ തന്നെയാണ്. സീൻ ദിസ് മൂവി എന്തായി മാറും? ദാറ്റ് മൂവി. ഫുൾ സ്റ്റോപ്പ്. അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ത് തോന്നുന്നു? ഹി ആസ്ക്ഡ് ഹെർ ഇഫ് ഷീ ഹാഡൻറ്റ് സീൻ ദാറ്റ് മൂവി എന്ന് വരും. അപ്പോൾ നമ്മൾ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസിൻ്റെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൽ അടുത്ത രണ്ട് എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ആദ്യത്തെ എക്സാമ്പിളാണ് ഹീ സെഡ് ടു മീ വെൻ വിൽ ദ ട്രെയിൻ അറൈവ്. എഗെയിൻ വെൻ ഒരു ക്വസ്റ്റ്യൻ വേർഡാണ്, WH വേർഡ് ഉള്ളൊരു സെൻറ്റൻസ് ആണ്. ഇവിടെ ഒരു ചേഞ്ചിനായിട്ട് നമുക്ക് സെഡ് ടു മാറ്റി ഇൻക്വയർഡ് ആക്കാം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇൻക്വയർഡ് ഓഫ് എന്നാണ് കറക്റ്റ് യൂസേജ് വരുന്നത്. ഇൻക്വയർഡ് ഓഫ്. അപ്പോൾ ഹി ഇൻക്വയർഡ് ഓഫ് മീ. വരും. കോമ ഇൻവേർട്ട് കോമ എടുത്ത് കളഞ്ഞിട്ട് നമ്മളവിടെ ഇഫോ വെദറോ ആഡ് ചെയ്യില്ല, ബിക്കോസ് ഇത് WH ഫാമിലിയിലുള്ളതാണ്. ദെൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും വെൻ ദ ട്രെയിൻ വുഡ് അറൈവ്. അപ്പോൾ വിൽ എന്ന് പറയുന്ന വാക്ക് ഹെൽപ്പിംഗ് വെർബാണ്. അത് സബ്ജക്റ്റ് ആയ ദ ട്രെയിനിന് ശേഷം ആഡ് ചെയ്യണം, എന്നിട്ട് അതിനെ കൺവേർട്ട് ചെയ്യണം. വെൻ ദ ട്രെയിൻ, വില്ല് വുഡായി മാറും. വെൻ ദ ട്രെയിൻ വുഡ് അറൈവ്. അതാണ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ദെൻ അടുത്തൊരു സെൻറ്റൻസ് നോക്കിയേ. ഹി സെഡ് ടു ഹെർ. അപ്പോൾ നമുക്കത് മാറ്റിയിടാം. ഹി ആസ്ക്ഡ് ഹെർ മാഡം ക്യാൻ ഐ ഹെൽപ്പ് യു. ഈ മാഡം എന്നുള്ള വാക്ക് അവിടെ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത് റെസ്പെക്റ്റ് കാണിക്കാൻ വേണ്ടിയാണ്. ക്യാൻ ഐ ഹെൽപ്പ് യു. അപ്പോൾ അതിന് മറുപടി ആയിട്ട് അവർ പറഞ്ഞു ഷീ സെഡ് നോ, ഈ വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെ എങ്ങനെ, ഈ ഡയറക്റ്റ് സ്പീച്ചിനെ എങ്ങനെ ഇൻഡയറക്റ്റ് സ്പീച്ച് ആയിട്ട് മാറും? അപ്പോൾ ഇവിടെ രണ്ട് സെൻറ്റൻസുകളുണ്ട്. ഹി സെഡ് ടു ഹെർ, അവൻ പറഞ്ഞ കാര്യമുണ്ട്, രണ്ടാമത് അവൾ പറഞ്ഞ കാര്യമുണ്ട്. ഫസ്റ്റ് പാർട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നോക്കുമ്പോൾ ഹി ആസ്ക്ഡ് ഹെർ, മാഡം എന്നുള്ള വാക്ക് നമുക്ക് ഇതിൽ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മാഡം, സർ, യുവർ ഓണർ
അങ്ങനെയുള്ള റെസ്പെക്റ്റ് കാണിക്കുന്ന വാക്കുകൾ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ച് വരും, അതെടുത്ത് ഒഴിവാക്കിയിട്ട് പകരം ആഡ് ചെയ്യുന്ന ഒരു വാക്കുണ്ട്, റെസ്പെക്ട്ഫുള്ളി എന്നൊരു വാക്ക് ആഡ് ചെയ്താൽ മതി. ഹി ആസ്ക്ഡ് ഹെർ റെസ്പെക്ട്ഫുള്ളി, ബാക്കി നോർമലായിട്ട് ചെയ്താൽ മതി. മാഡം ക്യാൻ ഐ ഹെൽപ്പ് യു, അവൾ നോ എന്ന് ആൻസർ പറഞ്ഞത് ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് ക്യാനിൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഇഫ് എന്നുള്ള കൺജങ്ഷൻ ഉപയോഗിക്കും. ഹി ആസ്ക്ഡ് ഹെർ റെസ്പെക്ട്ഫുള്ളി ഇഫ്, ബാക്കി നമ്മൾ ഇത് മാത്രം കൺവേർട്ട് ചെയ്താൽ മതി. ക്യാൻ ഐ ഹെൽപ്പ് യു. അപ്പോൾ ക്യാൻ എവിടെ വരും? ഐക്ക് ശേഷം വരണം, എന്നാലേ അതൊരു സ്റ്റേറ്റ്മെന്റ് ആകുള്ളൂ. അപ്പോൾ ഇഫ് ഹി എന്തായി മാറും? സോറി, ഐ എന്തായി മാറും? ഹി ആയി മാറും. അപ്പോൾ ഐ ക്യാൻ ഹെൽപ്പ് യു, അത് നമുക്ക് റിപ്പോർട്ടഡിലോട്ട് മാറ്റണം. അപ്പോൾ എങ്ങനെ മാറുന്നത്? ഹി, ഐ ബിക്കംസ് ഹി, ഹി കുഡ് ഹെൽപ്പ്, അവളോടല്ലേ പറഞ്ഞ യു ബിക്കംസ് ഹെർ. അപ്പോൾ ഹി ആസ്ക്ഡ് ഹെർ റെസ്പെക്ട്ഫുള്ളി ഇഫ് ഹി കുഡ് ഹെൽപ്പ് ഹെർ. അപ്പോൾ അവൾ നോ എന്ന ആൻസർ പറഞ്ഞു. ചില ആൻസേഴ്സ് യെസ്സോ നോയോ ആയിരിക്കും, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ സ്റ്റേറ്റ്മെന്റിൽ ഇൻവേർട്ട് കോമിൽ യെസ്സോ നോയോ മാത്രമേ കാണുള്ളൂ, അല്ലെങ്കിൽ യെസ്സോ നോ പാർട്ട് അതിലുണ്ടായിരിക്കും. അപ്പോൾ അതിനെ എങ്ങനെ ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കി മാറ്റാം? ഷീ ആൻസേർഡ് നോ, അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. പകരം നോ ആണെങ്കിൽ അതിനെ ആൻസേർഡ് ഇൻ ദ നെഗറ്റീവ് എന്ന് പറയും, യെസ് ആണെങ്കിൽ അതിനെ ആൻസേർഡ് ഇൻ ദ അഫർമേറ്റീവ് എന്ന് പറയും. യെസ് ആണെങ്കിൽ ആൻസേർഡ് ഇൻ ദ അഫർമേറ്റീവ് പറയും, നോ ആണെങ്കിൽ ആൻസേർഡ് ഇൻ ദ നെഗറ്റീവ് എന്ന് പറയും. അപ്പോൾ ആ പാർട്ട് നമ്മൾ എങ്ങനെ മാറ്റുന്നത്? ഷീ സെഡ്, ആൻസർ കൊടുത്തതല്ലേ നേരത്തെ ക്വസ്റ്റ്യന്, അപ്പം നമ്മൾ പറയും ഷീ ആൻസേർഡ് ഇൻ ദ നെഗറ്റീവ്. നോ ആണ് ആൻസർ കൊടുത്തത്, അപ്പോൾ ആൻസേർഡ് ഇൻ ദ നെഗറ്റീവ്. അത് യെസ് ആയിരുന്നെങ്കിൽ ഷീ ആൻസേർഡ് ഇൻ ദ അഫർമേറ്റീവ് എന്ന് നമ്മൾ പറഞ്ഞു. ഇത്രയാണ് നമ്മുടെ ഇൻട്രോഗേറ്റീവ് സെന്റൻസിന്റെ റിപ്പോർട്ടഡ് സ്പീച്ച് അല്ലെങ്കിൽ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് കൺവേർഷൻ ചെയ്യുന്നത്. ഈ റൂൾസ് പ്രകാരം ഇങ്ങനെയാണ് ചെയ്യുന്നത്.